ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഇന്നെൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി കറിയായിട്ടാണ്. വെജുകാർക്ക് നോൺ വെജ് ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കറിയായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്വന്തം കൂർക്ക വെച്ചാണ് ഒരു അടിപൊളി വറുത്തരച്ച കറി ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണണേ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. മറക്കല്ലേ. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാൻ കുറച്ച് കൂർക്ക വൃത്തിയാക്കി തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കൂർക്ക തോരൻ വെക്കും, അതുപോലെ ഉലർത്തും, മെഴുക്കുവരട്ടി വെക്കും, അങ്ങനെ പല രീതിയിൽ വെക്കും. ഇന്ന് ഞാനിവിടെ നല്ലൊരു കറിയാണ് വെക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഈ കൂർക്കയ്ക്കകത്ത് ചേർക്കാനുള്ള ചെറിയൊരു മസാല നമുക്കൊന്ന് ആദ്യം ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഈ പൊടി ഒന്ന് ചൂടാക്കി നമുക്ക് ആ കൂർക്കയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പൊടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. പാത്രത്തിന്റെ ചൂടുകൊണ്ട് ഇത്തിരി ഇടങ്ങ് മുരിഞ്ഞോളും. ഇളക്കാതിരിക്കരുത്, പൊടി കരിഞ്ഞു പോകും. കൂർക്ക ഒരു മൺചട്ടിയിലാണ് വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. കരിയെല്ലാം വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചേക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂർക്കയുടെ മേളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം. 2 തപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. നമുക്കൊന്ന് അരച്ചു. കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം 4 വശവും കൂട്ടി. കൂർക്ക നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. കുക്കറിലാണ് നമ്മൾ വെക്കുന്നെങ്കിൽ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. ഉരുളക്കിഴങ്ങിന്റെ കൂട്ടാം, എന്നാലും ഉരുളക്കിഴങ്ങിനെക്കാട്ടി ഇച്ചിരി കൂടെ വേവുണ്ട്. വെന്ത് ഉടയത്തൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് കറിക്ക് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചൂടായ ഓയിലിനകത്തോട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചീകിയതാണ്. തിരുമ്മി എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ചീകിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ വരുന്നിടം വരെ തേങ്ങ വന്ന് ചെറുതീ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. ഇത്തിരി കൂടെ കളർ ആവണം കേട്ടോ. ഇത്തിരി കൂടെ ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ എല്ലാം മൂത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇരുന്ന് മൂത്തോളൂ. ഇത് നമുക്ക് കോരിയെടുക്കാം. തേങ്ങയെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വാടി വരട്ടെ. ഉള്ളിയെല്ലാം ഒരു വിധം വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഒരു ഇടത്തരം 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാടി വരണം. ഇതിന്റെ സെൻറ്റർ ഭാഗത്തോട്ട് നമുക്ക് ഇത്തിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കാം. ആദ്യം എണ്ണയ്ക്കകത്ത് ഇടേണ്ടായിരുന്നു കേട്ടോ, ഞാനങ്ങ് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ കിടന്ന് അങ്ങ് മൂത്തോളും. നല്ലപോലെ ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ. ഒരു എടുപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കും. തക്കാളിക്കായും പച്ചമുളകും എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. ഇത് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം വറുത്ത തേങ്ങായും ഇതുകൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് ഇറക്കി വയ്ക്കുന്നത് നല്ലപോലെ ഒന്ന് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൂട്ടത്തിൽ ചിലപ്പോൾ അരഞ്ഞു വന്നെങ്കിലില്ലെങ്കിലേ, അതുകൊണ്ട് ഇത് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ അതുപോലെ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളിയും തക്കാളി എല്ലാം കൂടെ വഴറ്റി വെച്ചേക്കുന്നത് ഇട്ട് അതുകൂടെ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളം വേണ്ടി വരുവാണെങ്കിൽ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കാം. അപ്പം വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചു വെക്കാം. വെള്ളം വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചെടുക്കാം. ഞാൻ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു. അരച്ചൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചേക്കണം കൂർക്കയിലോട്ട് ചേർത്ത് കൊടുക്കും. നമ്മുടെ കൂർക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കുവാണ്. കൂർക്ക വെന്ത് റെഡിയായി കിടക്കുവാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്ത് തൊട്ട് ചേർത്താൽ മാത്രം മതിയേ. കൂർക്കയുടെ വെള്ളമൊക്കെ കുറഞ്ഞ് നല്ലപോലെ വെന്ത് കിടക്കുകയാണ്. വെന്തുടഞ്ഞു പോകത്തൊന്നുമില്ല കൂർക്ക. ഇനി വെച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊടി ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് അതിന് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് വേണോ നോക്കണം. നമ്മൾ കഷ്ണം വേവാനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിന് വേണ്ടിയുള്ള ഉപ്പ് അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു താളിപ്പ് കൂടെ തയ്യാറാക്കിയാൽ നല്ലൊരു അടിപൊളി കറിയാവും. താളിപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ താളിപ്പ് ഉണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുത്തുള്ളൂ. വെളിച്ചെണ്ണ തോനെയാന്ന് പറഞ്ഞിട്ട് താളിപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറേശ്ശെ വെളിച്ചെണ്ണ എല്ലായിടും ചേർത്തിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു താളിപ്പ് കൂടെ തയ്യാറാക്കാം.
താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ താളിപ്പ് നമ്മൾ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന താളിപ്പെല്ലാം കൂടെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൂർക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വറുത്തരച്ച കൂർക്കക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ കൂർക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിനും പലഹാരത്തിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ വെജുകാർക്ക് നോൺ വെജ് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ യൂസ്ഫുള്ളായി വീഡിയോ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്